ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ജസ്റ്റീനയുടെ ബർത്ത്ഡേ. ജസ്റ്റീന എന്ന് വെച്ച് കഴിഞ്ഞാൽ AKA ജസ്നി ജസ്റ്റ്. എൻ്റെ കൂടെ 10 കൊല്ലമായിട്ട് കൂടെ കൂടിയ ഒരു ശവം എന്തിലോട്ടെ. അവളുടെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ഇന്നല്ലായിരുന്നു, കുറച്ചാൾ മുമ്പായിരുന്നു. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ ഇന്ന് ആഘോഷിക്കുന്നു. നമ്മൾ ആദ്യമേ കേക്ക് ഹണ്ടിങ്ങിന് പോയി, കേക്ക് കിട്ടി. അത് കഴിഞ്ഞപ്പം ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, ഞാനിപ്പോൾ വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും അസംബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഐശ്വര്യമായിട്ട് ആ വിളക്കങ്ങ് കത്തിച്ച്, വിളക്കെല്ലാം മെഴുതിരി എന്നിട്ട് ഒതുക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച്, ഞങ്ങളല്ല അവൾ പ്രാർത്ഥിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് നല്ല വാനിലയും ചോക്ലേറ്റും കൂടെ, ഹാഫ് വാനില ഹാഫ് ചോക്ലേറ്റും ആയിരുന്നു. അപ്പം പുള്ളിക്കാരിക്ക് വാനിലയായിരുന്നു ഇഷ്ടം. എങ്ങാനും പാളിപ്പോയാലെന്ന് വിചാരിച്ചിട്ട് പിന്നെ ചോക്ലേറ്റും ഇവിടെ ഉള്ളത് മേടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞാൻ അപ്പോഴേ സൈഡിൽ ഇരുന്ന് 2 വാലിനട്ടൊക്കെ എടുത്ത് തിന്നാൻ തുടങ്ങി. എനിക്ക് വില നോക്കിക്കൊണ്ടിരിക്കാൻ എൻ്റെ ടേൺ വരെ. ഇനി ആസ് യൂഷ്വൽ ഗിഫ്റ്റ് കൊടുക്കൽ ചടങ്ങ്. ഗിഫ്റ്റിന് നമ്മൾ ഗേൾസ് എല്ലാവരും കൂടെ ഗിഫ്റ്റ് മേടിച്ച് കൊടുത്തു. അതിൻ്റെ പുറകെ ബോയ്സും അവരുടെ സൈഡിൽ നിന്ന് ഗിഫ്റ്റ് കൊടുത്തു. അപ്പം നമ്മൾ നമുക്കിഷ്ടം ഉള്ള സാധനങ്ങൾ മേടിച്ച് കൊടുത്തു. പിന്നെ പുള്ളിക്കാരി ഇയർബഡ് കുറേ നാളായി വേണമെന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്കാരി അങ്ങോട്ട് വിട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ അതങ്ങനെ മേടിച്ച് കൊടുക്കാം, പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ സാധിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അടുക്കളയിൽ കയറിയപ്പോൾ ലൈറ്റ് കത്തണില്ലെന്ന് മനസ്സിലായി. അപ്പം ഞങ്ങൾ നേരെ വിട്ട് ഫയർ വർക്കിലോട്ട്. ഫയർ വർക്കിൽ ചെന്നാൽ ഞാനിങ്ങനെ തീ കത്തിക്കണൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഷെഫ് ചേട്ടനൊരു ആഗ്രഹം അത് ആളിച്ച് കത്തിക്കണം. അങ്ങനെ പുള്ളി അങ്ങോട്ട് ആളി കത്തിച്ച്. ഞാൻ കരിക്കും പോയി തന്നെ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നു. ഞാൻ ഓർഡർ ചെയ്തത് സ്പെഷ്യൽ ചിക്കൻ ആയിരുന്നു. സ്പെഷ്യൽ ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സാധനം, ഒന്നും ഒരു രക്ഷയില്ല. പിന്നെ ഇപ്പോൾ പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട്, റെഡ് ഷ്രിംപ് കറി. അടിപൊളി, എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ, ഓക്കെ.